സായിപ്പിനെ കാണുമ്പോ കവാത്ത മറന്നു പോകുന്നു പറയുന്നത് ഇതാണല്ലേ? കക്ഷികൾ ഇവിടെ ഇല്ലെങ്കിൽ വലിയ ചവിട്ടുനാടാൻ കളിയാ. നേർക്ക് നേരെ കാണുമ്പോ ദേവിയെടുത്തോട് ചെയ്യുന്ന പോലെ അങ്ങ് പറ്റുന്നില്ല. നിനക്ക് എന്താ വേണ്ടത്? കുറെ നേരം എന്നെ വട്ടാക്കാൻ നോക്കണു. കണ്ടോ, കാര്യം പറഞ്ഞപ്പോ എന്നോട് ചാടിക്കടിക്കുന്നോ? നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അമ്മ ആ ചേച്ചിയോട് ഉടക്കാനൊന്നും പോണ്ട. നാലെണ്ണം തിരിച്ചു പറഞ്ഞല്ലേ അമ്മയുടെ ഗ്യാസ് പോവും. എന്നോട് തറുതല പറഞ്ഞാലേ അവള് വിവരം അറിയും. ഒന്നുമില്ല, ഗൗരിയേച്ചി അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ മുരളിയേട്ടൻ ഇടപെടും. ആ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് മുരളിയേട്ടൻ അമ്മയെ വഴക്ക് പറഞ്ഞ എന്താവും സീൻ? അതിന് ഇത്തിരി പുളിക്കും. അതൊക്കെ അമ്മയുടെ തോന്നലാ. ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിലേ അതൊക്കെ കാണേണ്ടി വരും. ഗൗരി, ഞാൻ ഈ കാറ് കൊണ്ട് കൊടുത്തിട്ട് വരാം. രാവിലെ കൊടുത്താ പോരെ? അവനെന്തോ മലയാറ്റൊരു ഓട്ടോ ഉണ്ടെന്ന് മറ്റേ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു ബലവും ഇല്ലാത്തൊരു കാലം ഒരുപാട് ദൂരമല്ല. പിന്നെ കരയാനേ നേരം കാണും. ഭാർഗവിയുടെ കരച്ചിൽ കാണാനേ അവള് വിചാരിക്കണ്ട. ആരാ ഇവിടെ കിടന്ന് നിലവിളിക്കാൻ പോകുന്നു നോക്കിക്കോടി. നീ കാണിച്ചടി ഞാൻ. എന്റെ അടുത്താ കളിക്കണത്. അവൻ വിളിക്കട്ടെ. വന്നു കേറിയില്ല. സിനിമയ്ക്കും പാർക്കിലൊക്കെ ചുറ്റാനുള്ള സമയമുള്ളൂ. നിൽക്കുന്ന കുടുംബത്തിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. തോന്നുന്ന പോലെ വരിക പോവാന്നൊക്കെ പറഞ്ഞാലേ അതിവിടെ ശരിയാവില്ല. നിനക്ക് സിനിമ കാണാതിരിക്കാൻ പറ്റില്ലല്ലേടാ? ഞങ്ങള് സിനിമയ്ക്കാ പോയെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ സിനിമയ്ക്ക് പോയെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഉമ്മ. അയ്യോ, ഇങ്ങോട്ട് പടി. ഇങ്ങോട്ട് വരാൻ. നീ അവളെ ഒച്ച എടുത്തും വരട്ടി ഒന്നും പേടിപ്പിക്കണ്ട. അമ്മേ, അവള് വെറുതെ പറഞ്ഞതാ. അവളെ ഇങ്ങോട്ട് വിളിക്ക. എടി നോടച്ചി, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ. നീ ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എടി, കണ്ടോ അവൾ ഓടിയുന്നുണ്ടോ? അമ്മേ, ഞങ്ങള് സിനിമയ്ക്കോ ബീച്ചിലോ ഒന്നും പോയതല്ല. സിദ്ധാർത്ഥൻ സാറിനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാ പോയത്. വേണ്ടെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞ പാടെ ഓടി അങ്ങോട്ട് ചെല്ലാൻ അവരൊക്കെ നമ്മുടെ ആരാ? അതിലും പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ കുടുംബത്തിൽ കാണില്ലേ? അവരെയല്ലേ പോയി കണ്ട അനുഗ്രഹം വാങ്ങിക്കേണ്ടേ? നിർത്തടി. എന്താ നീ പറഞ്ഞേ? അവരൊക്കെ ആരാന്നോ? ഈ വീട്ടിലെല്ലാവർക്കും അവരെ കഞ്ഞിട്ടുള്ളൂ എന്തും. ആ തറവാട്ടിലൊരു അംഗത്തെ പോലെ എന്നെ അവര് കാണുന്നത്. എന്റെ മക്കളാ അവിടത്തെ മക്കളാ. അറിയോ നിനക്ക്? എന്തിനും അവരൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞങ്ങൾ ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നത്. ഇനി നിനക്കും അങ്ങനെ തന്നെയാ. അതിനൊരു വ്യത്യാസം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലടി. അമ്മ ക്ഷമിക്കണം. എനിക്കവരെയൊന്നും ദൈവങ്ങളെ പോലെ കാണാൻ പറ്റില്ല. ചന്ദ്രോത്ത് തറവാട്ടുകാരൻ നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ട്. അത് ഇവിടെ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല. വലിയ വലിയ തറവാട്ടുകാർക്കെല്ലാം ഇതുപോലെ കുറെ ആശ്രിതര് കാണും. തറവാട്ടിലെ ആളുകളാവും ആശ്രിതരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് സ്നേഹം കൊണ്ടാണെന്ന് വിശ്വസിച്ച് മരണം വരെ അവർക്ക് അടിമകളായിട്ട് ജീവിക്കും. പക്ഷേ ആശ്രിതരുടെ വീട്ടിലെ ഒരാള് തറവാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താലുണ്ടല്ലോ, ഈ സ്നേഹവും വാത്സല്യമൊക്കെ അങ്ങ് പോവും. ശത്രുവിനോടെന്ന പോലെ ആയിരിക്കും പിന്നെ പ്രതികരിക്കുക. ഇത്തരം കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സമൃദ്ധിയിൽ ജീവിക്കുന്നവരുടെ നേരം പോക്കാവാൻ എന്നെ കിട്ടില്ല. ഗൗരി, ചന്ദ്രോത്തുകാര് നിങ്ങൾ പറഞ്ഞു കേട്ട കഥകളിലുള്ള ആൾക്കാരല്ല. അല്ലേ? അല്ല. അവരുടെ സ്നേഹം അനുഭവിച്ച് ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ടേ കൊല്ലം കുറെ ആയി. ഇതുവരെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വെറുതെ ഒരു ഉദാഹരണം പറയട്ടെ. വെറുതെ
ഈ വീട്ടിൽ ഒരാളും ചന്ദ്രത്ത് ഒരാളും തമ്മിൽ ഇഷ്ടത്തിലായെന്ന് വിചാരിക്കാം. ഇപ്പൊ കാണിക്കുന്ന സ്നേഹത്തോടെ അവരാ കല്യാണം നടത്തി കൊടുക്കൂ. നടത്തി കൊടുക്കാനോ? കൊന്നു കുഴിച്ചു പോടും. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. കാര്യത്തോടടുക്കുമ്പോ അവരവരുടെ തനി സ്വഭാവം കാണിക്കും. മതി മതി, ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അമ്മേ, ആന്റി അങ്കിളിനെയും ഇവിടെ ഒന്നുകൂടെ കാണിക്കണമെന്ന് തോന്നി, അതിന് പോയത്. ആ പേര് പറഞ്ഞൊരു കറക്കം. കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ചു കൂട്ടി കയ്യിലുള്ള കാശ് മുഴുവൻ തീർത്തു അല്ലേ? പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ചെലവാക്കിയാലേ താമസിയാതെ നീ കുത്തുമാളെടുക്കും. ഇതൊക്കെ കണ്ടിട്ടാണോ അമ്മ ഈ പറയുന്നത്? അമ്മേ, ഇവള് ഉടുത്ത തുണിയാലെ ഇങ്ങോട്ട് വന്നതല്ലേ, മാറി ഉടുക്കാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് മേടിച്ചു, അത്രേ ഉള്ളൂ. തുണി ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിലാ എന്റെ ഗുണം മാറാൻ പോകുന്നത്. ഒന്നും കാര്യമാക്കണ്ട. ഇത്രയും നാളും ഞാൻ അമ്മയുടെയും പെങ്ങന്മാരുടെയും മാത്രമായിരുന്നു. പുതിയൊരു അവകാശം വന്നതിന്റെ ചുരുക്ക. പതുക്കെ മാറിക്കൊള്ളല്ലേ? ഏയ്, അത് ലോകാവസാനം വരെ ഉണ്ടാവും. നീ വാ.